നമസ്കാരം. നിങ്ങൾ തന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചുള്ള ആ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളില്ലേ, ഇന്ന് നമുക്കതൊന്ന് ശരിക്കും കീറി മുറിച്ചു നോക്കാം. അപ്പോൾ വിപണി തുറക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഏകദേശ ധാരണയുണ്ടാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് ഏകദേശം 25,910 പക്ഷേ സിംഗപ്പൂരിൽ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി, അതായത് നമ്മുടെ വിപണിയുടെ ഒരു ആദ്യ സൂചന, അത് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് തുടക്കമാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയിലെ ഈ ഒരു പോസിറ്റീവ് തുടക്കം കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എല്ലാം ശുഭകരമാണെന്ന് തോന്നും. പക്ഷേ ഈ ആദ്യ സൂചനകളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? മുൻപ് പലപ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ തന്ന സൂചന പിന്നീട് മാറി മറിഞ്ഞിട്ടില്ലേ? തീർച്ചയായും. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് വിലയേക്കാൾ ഉയർന്ന നിലയിലായിരിക്കും മാർക്കറ്റിന് തുടങ്ങുക. പക്ഷേ ഈ ഒരു പ്രീ മാർക്കറ്റ് ആവേശം അത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതുകൊണ്ടാണ് റിപ്പോർട്ടുകളിലൊക്കെ വിശകലന വിദഗ്ധർ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക്. ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം. അതെ, ഇന്നത്തെ വിപണിയെ നമുക്കൊരു വടംവലിയായി കാണാം. ഒരു വശത്ത് നമ്മുടെ സ്വന്തം രാജ്യത്തെ ഘടകങ്ങൾ വിപണിയെ മുകളിലേക്ക് വലിക്കുന്നു, മറുവശത്ത് ആഗോള സാഹചര്യങ്ങൾ അതിനെ താഴേക്കും വലിക്കുന്നു. ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ ദിവസം. കൊള്ളാം. ആ വടംവലിയുടെ ആശയം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലേക്ക് വലിക്കുന്ന ശക്തികളെക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ വിപണിക്ക് ഇത്രയധികം ഒരു ആത്മവിശ്വാസം നൽകുന്ന ആ ആഭ്യന്തര ഘടകങ്ങൾ? പ്രധാനമായും ഒരു 3 കാര്യങ്ങളുണ്ട്. 3 എണ്ണം. അതെ. ഒന്നാമത്തേത് കമ്പനികളുടെ പ്രകടനമാണ്. ഇന്ത്യയിലെ മിക്ക വലിയ കമ്പനികളും പുറത്തുവിട്ട കഴിഞ്ഞ പാദത്തിലെ കണക്കുകൾ ശരിക്കും നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു. ഇത് നിക്ഷേപകർക്ക് വലിയൊരു ധൈര്യം കൊടുക്കുന്നുണ്ട്. ശരിയാണോ? കാരണം കമ്പനികൾ പണമുണ്ടാക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നാണല്ലോ അതിന്റെ ഒരർത്ഥം. നിങ്ങൾ ഈ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഈ റിപ്പോർട്ടിൽ IT, ബാങ്കിംഗ് മേഖലകളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഒരുപോലെയാണോ ഈ വളർച്ച കാണുന്നത്, അതോ ചിലർ മാത്രം മുന്നോട്ടു പോകുന്നൊരവസ്ഥയാണോ? നല്ല ചോദ്യമാണ്. അല്ല, വളർച്ച എല്ലായിടത്തും ഒരുപോലെയല്ല. IT, ബാങ്കിംഗ്, പിന്നെ ഓട്ടോ, ഫാർമ, ഈ മേഖലകളാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ ഓഹരികളിലായിരിക്കും ഇന്ന് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇനി രണ്ടാമത്തെ പോസിറ്റീവ് കാര്യത്തിലേക്ക് വന്നാൽ അത് പണപ്പെരുപ്പമാണ്. ഇൻഫ്ലേഷൻ. അതെ, രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കണക്കുകൾ കുറഞ്ഞു വരുന്നുണ്ട്. സാധാരണക്കാരന്റെ ജീവിത ചെലവ് കൂടുന്നതിന്റെ ഒരു വേഗത കുറയുന്നു എന്നർത്ഥം. ഇത് റിസർവ് ബാങ്കിന് പലിശ നിരക്കുകൾ ഉടൻ കൂട്ടേണ്ടി വരില്ല എന്നൊരു സൂചന നൽകുന്നുണ്ട്. കുറഞ്ഞ പലിശ നിരക്ക് എപ്പോഴും ഓഹരി വിപണിക്ക് നല്ലതാണല്ലോ. ശരിയാണ്. പലിശ കുറഞ്ഞാൽ ആളുകൾ ബാങ്കിൽ ഇടുന്നതിന് പകരം കൂടുതൽ പണം ഓഹരികളിൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഘടകം എന്താണ്? മൂന്നാമത്തേത് ഒരു പ്രതീക്ഷയാണ്, പക്ഷെ വളരെ ശക്തമായ ഒന്ന്. ഇന്ത്യയും US-ഉം തമ്മിൽ ഒരു പുതിയ വ്യാപാര കരാറ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ. അത് വിപണിയിൽ പരക്കുന്നുണ്ട്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ കയറ്റുമതിയെ ആശ്രയിക്കുന്ന പല കമ്പനികൾക്കും അത് വലിയൊരു നേട്ടമാകും. ഈയൊരു പ്രതീക്ഷയാണ് വിപണിക്ക് പുതിയൊരു ഊർജം കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ വടംവലിയോണി ഒന്ന് ഭാഗത്ത് ഇന്ത്യൻ കമ്പനികളുടെ കരുത്ത്, കുറയുന്ന പണപ്പെരുപ്പം, പിന്നെ പുതിയ വ്യാപാര കരാറിനുള്ള സാധ്യത. ഇനി മറ്റേ അറ്റത്തുവന്നാരാണ് വിപണിയെ താഴേക്ക് വലിക്കുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് ആഗോള വെല്ലുവിളികളും നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളും? അവിടെയാണ് കളി മാറുന്നത്. താഴേക്ക് വലിക്കുന്നതില് ഏറ്റവും വലിയ ശക്തി നിഫ്റ്റിയുടെ മുന്നിലുള്ള 26,000 എന്ന വലിയൊരു മതിലാണ്. 26,000? അതെ, ഈ 26,000 എന്ന നില ഒരു ഹൈജംപ് ബാർ പോലെയാണ്. നിഫ്റ്റി പലതവണ ഇതിനടുത്തെത്തി, പക്ഷേ ചാടിക്കടക്കാൻ പറ്റിയിട്ടില്ല. ഇത് വെറുമൊരു സംഖ്യയല്ല, ഇത് നിക്ഷേപകരുടെ മനസ്സിലെ ഒരു പ്രധാന തടസ്സം കൂടിയാണ്, ഒരു സൈക്കോളജിക്കൽ ലെവൽ. ശരിയാണ്. ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ നല്ല വാർത്തകൾ മാത്രം പോരാ. വിപണിക്ക് പുതിയ എന്തെങ്കിലും ഒരു ഊർജം, ഒരു പോസിറ്റീവ് സർപ്രൈസ് തന്നെ വേണ്ടിവരും. എനിക്കിവിടെ ഒരു സംശയം തോന്നുന്നു. ഒരു വശത്ത് നമ്മുടെ കമ്പനികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, മറുവശത്ത് വിദേശികൾ പണം പിൻവലിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. FPI ഔട്ട്ഫ്ലോസ്. ഇത് രണ്ടും ഒരേ സമയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിലൊരു വിരോധാഭാസമല്ലേ? കൃത്യമായ പോയിന്റാണ്. അവിടെയാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും രസകരമായൊരു മാറ്റം നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾ പറഞ്ഞ FPI ഔട്ട്ഫ്ലോസ്,
അതായത് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നു. അതായത് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയ വിദേശ ഫണ്ടുകൾ അവരുടെ ഓഹരികൾ വിറ്റ് ആ പണം തിരികെ കൊണ്ടുപോകുന്നു. സാധാരണയായി ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലുള്ള വിശ്വാസക്കുറവിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന ആശങ്ക. ഓക്കെ. ജപ്പാനിലെ സാമ്പത്തിക മാന്ദ്യവും പിന്നെ അമേരിക്കയിൽ പ്രതീക്ഷിച്ച വേഗത്തിൽ പലിശ നിരക്ക് കുറയാത്തതും ഒക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിപണി പിടിച്ചു നിൽക്കുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഘടനാപരമായ മാറ്റം. മുൻപ് വിദേശ നിക്ഷേപകർ പണം പിൻവലിച്ചാൽ നമ്മുടെ വിപണി കൂപ്പുകുത്തുമായിരുന്നു. ശരിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ആഭ്യന്തര നിക്ഷേപകരുടെ, അതായത് മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും SIPകളിലൂടെയും വരുന്ന നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരുടെ പണത്തിന് ആ ഒരു വിടവ് നികത്താൻ കഴിയുന്നുണ്ട്. ഇത് വിപണിയുടെ പക്വതയുടെയും ശക്തിയുടെയും സൂചനയാണ്. ആഗോളക്കാറ്റിൽ ആടിയുലയാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യൻ വിപണി പഠിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കൊള്ളാം. അപ്പോൾ ആഭ്യന്തര വാങ്ങലും വിദേശ വിൽപ്പനയും തമ്മിലുള്ള ഒരു മത്സരമാണിപ്പോൾ നടക്കുന്നത്. ഇത് വളരെ രസകരമായ ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ വടംവലിയിൽ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിപണി താഴേക്ക് വന്നാൽ എവിടെയെങ്കിലും ഒരു താങ്ങ് കിട്ടാൻ സാധ്യതയുണ്ടോ? മുകളിലേക്ക് പോയാൽ എവിടെയാണ് തടസ്സം? തീർച്ചയായും. ഇന്നൊരു ട്രേഡർ പ്രധാനമായും ഒരു 3 സംഖ്യകൾ ഓർമ്മയിൽ വെക്കണം. ഒന്നാമത്തേത് സപ്പോർട്ട്. വിപണി നല്ലൊരു തുടക്കത്തിന് ശേഷം താഴേക്ക് വന്നാൽ ഇന്നലെ ക്ലോസ് ചെയ്ത ആ ഒരു ലെവൽ 25,910 അതൊരു സേഫ്റ്റി നെറ്റ് പോലെ പ്രവർത്തിക്കും. ആ നില ഭേദിച്ച് താഴേക്ക് പോയാൽ അതൊരു മുന്നറിയിപ്പാണ്. കൂടുതൽ ക്ഷീണമുണ്ടാകാം. ശരി. അപ്പോൾ മുകളിലോട്ടോ? മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആ വലിയ മതിൽ 26,000? അതെ, അതാണ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തടസ്സം. ആ ബാർ ചാടിക്കടക്കാൻ നല്ലൊരു കാരണം തന്നെ വേണം. ഇനി അഥവാ അത് സാധിച്ചാലോ? പിന്നെ വിശകലന വിദഗ്ധർ ഉറ്റുനോക്കുന്ന അടുത്ത ലക്ഷ്യം ഏകദേശം 26,350 ആണ്. അതൊരു പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ടെത്തണമെന്നില്ല. പക്ഷേ 26,000 ഭേദിച്ചാൽ അടുത്ത സ്റ്റോപ്പ് അതാണ്. ഈ ലെവലുകൾ കൂടാതെ വിപണിയുടെ ദിശയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാനുണ്ടോ? ദിവസം മുഴുവൻ നമ്മൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? ഉണ്ട്. ചില പ്രത്യേക വാർത്തകള് വിപണിയുടെ ഗതി മാറ്റിയേക്കാം. ഒന്ന്, കമ്പനികളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഉദാഹരണത്തിന് കോട്ടക് മഹീന്ദ്ര ബാങ്ക് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊരു വാർത്തയുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ്? അതായത് ഒരു ഓഹരിയെ വിഭജിച്ചു പലതാക്കി വില കുറച്ചുന്നതിനെക്കുറിച്ച്. ഓക്കെ. ഇത് സാധാരണയായി ചെയ്യുന്നത് ഓഹരി വില സാധാരണക്കാർക്ക് കൂടി വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിക്കാനാണ്. അതുപോലെ ഡിവിസ് ലാബ്സിന് US FDA-യുടെ ക്ലിയറൻസ് കിട്ടി എന്ന വാർത്ത. അത് ആ ഓഹരിക്ക് വലിയൊരു ഉണർവ് നൽകും. ആഗോളതലത്തിൽ എന്തെങ്കിലും വാർത്തകൾ വരാനുണ്ടോ? രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. രൂപ ദുർബലമായാൽ അത് വിപണിക്കത്ര നല്ലതല്ല. മറ്റ് ഏഷ്യൻ വിപണികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും നമ്മുടെ വിപണിയെ സ്വാധീനിക്കും. പക്ഷേ ഇതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിപണി തുറന്നതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മണിക്കൂറാണ്. ഇതിന് പലപ്പോഴും ട്രേഡർമാർ തമാശയായി ആമച്വർ അവർ എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഈ സമയത്ത് വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വിപണിക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത സമയം. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നരായ പലരും ഈ സമയം കഴിഞ്ഞ് ഒരു ദിശാബോധം വന്നതിനു ശേഷം മാത്രം വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പതിവ്. വളരെ വ്യക്തമായി. അപ്പം നമുക്കിതൊന്ന് ചുരുക്കി പറയാം. ഇന്നത്തെ വിപണി ഒരു വടംവലിയാണ്. ഒരു വശത്ത് ശക്തമായ ആഭ്യന്തര ഘടകങ്ങൾ, മറുവശത്ത് ആഗോളതലത്തിലെ അനിശ്ചിതത്വവും. ആ 26,000 എന്ന വലിയ മതിലും. ഒരു ഗ്യാപ്പ് അപ്പ് തുടക്കം പ്രതീക്ഷിക്കാമെങ്കിലും ആ മതില് ചാടിക്കടക്കാൻ പുതിയ എന്തെങ്കിലും നല്ല കാരണങ്ങൾ വിപണിക്ക് കണ്ടെത്തേണ്ടി വരും. നിങ്ങൾ ട്രേഡ് ചെയ്യുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥയിൽ റിസ്ക് മാനേജ്മെന്റ് പ്രധാനമാണ്. സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ലെവലുകൾ ഒക്കെ മനസ്സിൽ വെക്കുക. വിപണി തുറന്നതിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ ക്ഷമയോടെ നിരീക്ഷിക്കുന്നത് ഒരു നല്ല തന്ത്രമായിരിക്കും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യൻ വിപണി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു, പക്ഷേ ആഗോള വിപണിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ വടംവലിയിൽ ആഗോളതലത്തിൽ നിന്ന് വരുന്ന ഏതൊരൊറ്റ വാർത്തയ്ക്കായിരിക്കും നമ്മുടെ ഈ ആഭ്യന്തര ശുഭാപ്തി വിശ്വാസത്തിന്റെ കെട്ടിറക്കാൻ കഴിയുക? അമേരിക്കയിൽ നിന്നുള്ള ഒരു പലിശ നിരക്ക് പ്രഖ്യാപനത്തിനോ
അതോ ചൈനയിൽ നിന്നുള്ള ഒരു അപ്രതീക്ഷിത സാമ്പത്തിക വാർത്തയ്ക്കോ? ഇന്നത്തെ വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്നത് ഒരുപക്ഷെ ആ ഉത്തരമായിരിക്കും.